ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ്. അപ്പൊ നമുക്ക് പത്മ വിഭൂഷൺ എന്ന് പറഞ്ഞിരിക്കുന്നത് 5 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. VS അച്യുതാനന്ദൻ, ധർമ്മേന്ദ്ര, ജസ്റ്റിസ് KT തോമസ്, P നാരായൺ, ഡോക്ടർ N രാജം. VS അച്യുതാനന്ദൻ, ധർമ്മേന്ദ്ര, ജസ്റ്റിസ് KT തോമസ്, P നാരായൺ, ഡോക്ടർ N രാജം. മരണാനന്തര പുരസ്കാരം ആണ് VS അച്യുതാനന്ദന് ലഭിച്ചിരിക്കുന്നത്. മേഖല പൊതുഭരണം ആണ്. പൊതുഭരണം കാറ്റഗറിയിലാണ് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ VS അച്യുതാനന്ദന് ലഭിച്ചിരിക്കുന്നത്. KT തോമസിനും പൊതുഭരണം, അദ്ദേഹം മുൻ സുപ്രീം കോടതി ജഡ്ജായിരുന്നു. കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വ്യക്തിയാണ് പത്മവിഭൂഷൺ 2026 നേടിയ ഒരു വ്യക്തി. ഇനി അടുത്തത് ശ്രീ P നാരായണൻ എന്ന് പറയുന്നത് സാഹിത്യവും വിദ്യാഭ്യാസവും എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആണ് P നാരായണന് പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചത്. P നാരായൺ സാഹിത്യവും വിദ്യാഭ്യാസവും, KT തോമസും ശ്രീ VS അച്യുതാനന്ദനും പൊതുഭരണം കാറ്റഗറിയിലാണ് ലഭിച്ചിരിക്കുന്നത്. VSന് ബന്ധപ്പെട്ട 2025 ജൂലൈ 21 അദ്ദേഹം അന്തരിച്ചത്. 2025 ജൂലൈ മാസം 21 അദ്ദേഹം അന്തരിച്ചത്. ആ കാര്യം ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഇനി KT തോമസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 2007 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. 2007 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് KT തോമസിന്. 2007 പത്മഭൂഷൺ. പിന്നെ അടുത്തത് ശ്രീ P നാരായണൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സാഹിത്യം വിദ്യാഭ്യാസം കാറ്റഗറിയിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കാറ്റഗറി ലഭിച്ചിരിക്കുന്നത്. ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു. ജന്മഭൂമി പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. ഇനിയും അടുത്തതായിട്ട് ധർമ്മേന്ദ്ര എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. അദ്ദേഹത്തിനും എന്ത് ലഭിച്ചിട്ടുണ്ട്? 2012 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 2012 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. സിനിമ കാറ്റഗറിയിൽ ആണ്, അതായത് കല എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്സ് അല്ലെങ്കിൽ സിനിമ കാറ്റഗറിയിലാണ് ധർമ്മേന്ദ്രയ്ക്ക് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം 2025 അന്തരിച്ചത്. കുമാരി N രാജം അഥവാ ഡോക്ടർ N രാജത്തിന് 1984 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. പത്മശ്രീ പുരസ്കാരം ലഭിച്ചു 1984. പത്മഭൂഷൺ ലഭിച്ചത് 2004 പത്മഭൂഷൺ 2004. പത്മശ്രീ ലഭിച്ചിരിക്കുന്നത് 1984 ആണ്. അത് കാറ്റഗറി എന്ന് പറഞ്ഞിരിക്കുന്നത് കല ആണ്. ഹിന്ദുസ്ഥാനി വയലിൻ വാദകയാണ് ഇവരെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുസ്ഥാനി വയലിൻ കാറ്റഗറിക്കകത്താണ്. ഇനി വയലിൻ ഗായകി ആംഗ് എന്ന ശൈലിയെ, അതായത് ഗായകി ആംഗ് എന്ന് പറയുന്ന ശൈലിയെ പ്രധാനമായിട്ടും മുൻ ശൈലിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ് ഡോക്ടർ N രാജം. വയലിൻ, ഹിന്ദുസ്ഥാനി വയലിൻ എന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഈ 5 പേരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാറ്റഗറി തിരിച്ചറിയാമെന്ന് വിചാരിക്കുന്നു. ഇവർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു 1984 പത്മഭൂഷൺ ലഭിച്ചു 2004 ആണ് ഡോക്ടർ N രാജത്തിന്. ഇനി നമുക്ക് പത്മഭൂഷൺ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം നോക്കാം. പത്മഭൂഷൺ മലയാളത്തിൽ അഥവാ കേരളത്തിൽ നിന്ന് ലഭിച്ചത് മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനുമാണ്. മമ്മൂട്ടി കല എന്ന് പറയുന്ന കാറ്റഗറിയിലും വെള്ളാപ്പള്ളിക്ക് പൊതുഭരണം എന്ന് പറയുന്ന കാറ്റഗറിയിലും ആണ് ലഭിച്ചിരിക്കുന്നത്. പൊതുഭരണം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വെള്ളാപ്പള്ളിക്കും മമ്മൂട്ടിക്ക് കല എന്ന് പറയുന്ന കാറ്റഗറിയിലും ആണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി പത്മശ്രീ റിലേറ്റ് ചെയ്ത് നമ്മൾക്ക് പറയുകയാണെങ്കിൽ മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകി അമ്മ. ഈ 3 പേർക്കാണ് എന്ത് ലഭിച്ചിരിക്കുന്നത്? പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകി അമ്മ ജി. അപ്പൊ ഇവിടെ AE മുത്തുനായകം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് എന്ത് ലഭിച്ചിരിക്കുന്നത്? സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നല്ല സേവനം നടത്തിയതിനാണ് പത്മശ്രീ പുരസ്കാരം
ലഭിച്ചിരിക്കുന്നത്. ടോട്ടൽ പത്മശ്രീ പുരസ്കാരം 113 പേർക്കും പത്മഭൂഷൺ പുരസ്കാരം 13 പേർക്കും പത്മവിഭൂഷൺ 5 പേർക്കുമാണെന്ന കാര്യം ജസ്റ്റ് ഓർത്തു വെച്ചേക്കണം. അതിൽ നിന്ന് കേരളത്തിൽ നിന്നിട്ടുള്ള ആൾക്കാരെ പത്മഭൂഷണും പത്മശ്രീയും നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. A.E. മുത്തുനായകം, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. കലാമണ്ഡലം വിമല മേനോൻ, മോഹിനിയാട്ട കലാകാരി ആണ്. മോഹിനിയാട്ട കലാകാരി ആണ്. കലാമണ്ഡലം വിമല മേനോൻ എന്ന് പറയുന്നത്. കൊല്ലക്കൽ ദേവകി അമ്മ സാമൂഹിക സേവനത്തിനാണ്. സാമൂഹിക സേവനം, സോഷ്യൽ വർക്കിനാണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത്? കൊല്ലക്കൽ ദേവകി അമ്മ സോഷ്യൽ വർക്കിനാണ്. ഇനി മമ്മൂട്ടിക്ക് പത്മശ്രീ ലഭിച്ചത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. 1998 പത്മശ്രീ പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചത്. പത്മഭൂഷൺ 2026. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന രോഹിത് ശർമ്മ അങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതായത് രോഹിത് ശർമ്മ എന്ന് പറയുന്നത് 2020 കപ്പ് 2024ലെയും ചാമ്പ്യൻസ് ട്രോഫിയിലെയും മികച്ച പ്രകടനത്തിനാണ് പത്മശ്രീ 2026 നൽകിയത്. രോഹിത് ശർമ്മ T20 ലോകകപ്പ് 2024ലും 2025 ചാമ്പ്യൻസ് ട്രോഫിയിലും വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. അതുകൊണ്ടാണ് പത്മശ്രീ കൊടുത്തത്. ഇനി ഹർമൻപ്രീത് കൗറിനാണ് എങ്കിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ ഏകദിന ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചതിനാണ് ഹർമൻപ്രീത് കൗറിന് ലഭിച്ചിരിക്കുന്നത്. വിജയ് അമൃതരാജ് എന്ന് പറയുന്നത് ലഭിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ടെന്നീസിലെ ഇതിഹാസ താരം ആയിരുന്നു വിജയ് അമൃതരാജ്. പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. സവിത പുനിയ, ഇവിടെ കണ്ടല്ലോ, സവിത പുനിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ മികച്ച ഗോൾ കീപ്പർ ആയിരുന്നു സവിത പുനിയ. അതുകൊണ്ടാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ബൽദേവ് സിംഗിനും ഹോക്കി താരമാണ്, പ്രശസ്ത പരിശീലകനാണ് ബൽദേവ് സിംഗ് എന്ന് പറയുന്നത്. ഇനി പ്രവീൺ കുമാർ എന്നത് പാരാ ഹൈജമ്പ് താരമാണ്. അദ്ദേഹത്തിനും പത്മശ്രീ പുരസ്കാരം ആണ് ലഭിച്ചിരിക്കുന്നത്. പ്രവീൺ കുമാർ പത്മശ്രീ പുരസ്കാരം പാരാ ഹൈജമ്പ് താരം ആണ്. ഇനി അടുത്തത് ഭഗവാൻ ദാസ് റായ്ക്വർ, മാർഷൽ ആർട്സ് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. മാർഷൽ ആർട്സ് റിലേറ്റ് ചെയ്തിട്ടാണ് അത് വരുന്നത്. മാർഷൽ ആർട്സ് ഭഗവാൻ റായ്ക്വർ എന്ന് പറയുന്നത് മാർഷൽ ആർട്സ്. പഴനിവേൽ എന്ന് പറയുന്നത് ചിലമ്പാട്ടം. പഴനിവേൽ ആണെങ്കിൽ ചിലമ്പാട്ടം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. കെ പഴനിവേലിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അത്യാവശ്യം നിങ്ങൾ സ്പോർട്സ് താരങ്ങളുമായി ബന്ധപ്പെട്ട് ഓർക്കാം. ഒന്നുകൂടെ ഞാൻ പറയാം. വിജയ് അമൃതരാജ് ഇന്ത്യൻ ടെന്നീസിലെ ഇതിഹാസ താരം. രോഹിത് ശർമ്മ ചാമ്പ്യൻസ് ട്രോഫി 2025 2020 ലോകകപ്പ് 2024ലെയും വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ്. ഹർമൻപ്രീത് കൗറിന് പത്മശ്രീ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യ വനിതാ ക്രിക്കറ്റ് ടീമിനെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിലെ കിരീടത്തിലേക്ക് നയിച്ചത് കൊണ്ടാണ്. സവിത പുനിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ മികച്ച ഗോൾ കീപ്പറാണ്, പത്മശ്രീയാണ് ലഭിച്ചത്. ബൽദേവ് സിംഗ് ഹോക്കി താരം, പ്രശസ്ത പരിശീലകൻ. ആൻഡ് പ്രവീൺ കുമാർ പത്മശ്രീ പാരാ ഹൈജമ്പ് താരം ആണ്. റായ്ക്വർ ഭഗവാൻ ദാസ് റായ്ക്വർ എന്ന് പറഞ്ഞിരിക്കുന്നത് മാർഷൽ ആർട്സ്. കെ പഴനിവേല് ചിലമ്പാട്ടം എന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും പത്മ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡിഗ്രി പ്രിലിംസ് റിലേറ്റ് ചെയ്ത് ടെലഗ്രാമിൽ ഒരു പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും ഏരിയാസ് ഓറിയന്റ് ചെയ്തിട്ട് ടോട്ടൽ 208 പ്രധാനപ്പെട്ട സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്തിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള PDF-ഉം ഡെയിലി ടൈം ടേബിളും റെക്കോർഡ് വീഡിയോയും അവൈലബിൾ ആണ്. 45 ഡേയ്സ് സ്റ്റഡി ടൈം പ്ലാൻ ആയിരിക്കും. നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് GK പോർഷൻസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. താല്പര്യമുള്ളവർ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.